നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കാണാൻ വരുമെന്ന് നമുക്ക് ഒരുവിധം പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എല്ലാവരും മറന്നു. അപ്പോൾ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയുള്ള, അതിനല്ലേ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹാപ്പിയുള്ള ഒരു കാര്യം. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഒരു സിനിമയിൽ പോയെങ്കിൽ അവിടെ കംഫർട്ട് ആവാൻ ഇച്ചിരി സമയം എടുക്കും. അതായത് ആരെങ്കിലും ഒരാൾ മാത്രമാണ് ആദ്യം സിനിമ കയറുന്ന എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നതിനെക്കാട്ടിയും നമ്മൾ 4 പേർക്കും ഒരുമിച്ച് കയറാൻ പറ്റും. അതായത് ഒരു സിനിമയിൽ ഒരു സ്ഥലത്ത്, അതായത് നമ്മളൊരു ക്യാമ്പിന് പോകണമെങ്കിൽ ജസ്റ്റ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് അപ്പോൾ ആ ഒരു റിസൾട്ട് സിനിമ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ലൈഫിൽ ആദ്യം കാണുന്ന സെലിബ്രിറ്റി അതിന്റെ ഒരു ആ ഉയർച്ച ഇപ്പോഴും ഉണ്ട്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഞാനന്ന് പറഞ്ഞില്ലേ ഇന്റർവ്യൂ ചെയ്യാനും പറ്റി. വിവരങ്ങളിൽ എത്തട്ടെ, എന്റെ പൊക്കമുണ്ട്, ഉയരങ്ങളെത്തി. പേഴ്സണൽ ലൈഫിലാണെങ്കിൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. പക്ഷെ എൻ്റെ അച്ഛനെ പറഞ്ഞ മതിയായിരുന്നു. അത് പോയോ, മിസ്സായതൊക്കെ. അതാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ തന്നെ ആദ്യം ആരെങ്കിലും വിടുക, ആദ്യം പറയുന്നത്. ഇതിനകത്ത് വിളിക്കുമ്പോൾ തന്നെ അത്ഭുതം വരുന്നു എനിക്ക്. ഒരിക്കലും നമ്മൾ ഒരു സെക്കൻഡ് ഇറങ്ങുമെന്നോ സെക്കൻഡിൽ നമ്മളായിരിക്കും അവരുടെ പോലെ അച്ഛനായിട്ട് അഭിനയിക്കണമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. പക്ഷെ ഞാനൊക്കെ ആദ്യം ഉദ്ദേശിച്ചാണ് ചെറിയ ചായ കൊടുക്കുന്ന സീൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മിമിക്രിന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് മമ്മൂക്ക വിളിക്കുകയും 19 എനിക്ക് പിന്നെ കുറേ വലിയ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റി. ഉമ്മാര് പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ടെൻഷൻ തന്നില്ല, എനിക്കായിരുന്നു മുഴുവൻ ടെൻഷൻ. ഉപ്പാരുടെ കൂടെ ഞാൻ എങ്ങനെ നിൽക്കും? കാരണം ഇത് ഒഴുക്കം പോലെ ഇങ്ങനെ സിനിമക്ക് ആവശ്യമായ സീനുകളും ആ സീനിന് ആവശ്യമായ കോമഡികളും. നമുക്കറിയാലോ, സിനിമ കാണുമ്പോഴും റീല് കാണുമ്പോഴും പഴയ സാധനമല്ല ഇത്. ഉമ്മാരുടെ കൂടെ നിൽക്കണമെങ്കിൽ ഇത്തിരി പ്രശ്നം വേണം. അപ്പൊ അതുകൊണ്ട് നമുക്കത് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പഴയതൊക്കെ പോലെ അങ്ങോട്ട് പോയേനെ. നമ്മളൊക്കെ ചെന്ന് നിന്നാലും നമ്മളെയൊക്കെ മാറ്റിക്കൊണ്ട് ആഷിർ വന്നില്ലേ, അതുകൊണ്ട് ആഷിർ അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇവരുടെ പൊസിഷൻ എന്താണെന്നുള്ളത്. ആഷിർ ഇപ്പോൾ വരൂട്ടെ, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തിരക്കായിരിക്കുള്ളൂ. മറ്റേ ഇതിൽ ചേട്ടനില്ലേ എന്നൊക്കെ ചെയ്യുമ്പോൾ ഞാനുണ്ട്. ഓക്കെ, നമ്മളൊന്നും കാണാൻ താല്പര്യമൊന്നുമില്ല. അത് അവരുടെ കഴിവാണ്ടത്, നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണത്. അന്ന് പിന്നെ വരുമോ, താമസിക്കോ നോക്കട്ടെ, എന്നാൽ പിന്നെ ഈ ചേട്ടനോട് ഫോട്ടോ എടുത്താക്കാം. ടൈം ലാപ്സിന് എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താക്കാം. അത്രയ്ക്ക് ആരാധകരാണ് ഇത്. നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, നമ്മൾ ചെയ്യുന്ന വീഡിയോ, അതിൽ ആൾക്കാർ അഭിപ്രായം പറയുന്നത്, നമ്മളേതായ കുറച്ച് ഓഡിയൻസ്, അത് നമ്മളൊരു വേൾഡല്ലേ. ആരും ജഡ്ജ് ചെയ്യുന്ന വെച്ചാൽ ആരും ജഡ്ജ് ചെയ്യാനില്ല, ഒരു കാര്യം പറയാനില്ല. നമ്മളിങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെ ഒരു വേറെ മേഖലയിലേക്ക് വന്നു. ഇനിയായിരിക്കും അത് മാറുന്നത് ചിലപ്പോൾ. ഹായ്, ഹലോ, നമസ്കാരം. സൈന സത് പ്ലസിന്റെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ദിസ് ഇസ് മീ ഷിജ്ന ജോസ് പ്രകാശ്. വാഴ 2 എന്ന ഏറ്റവും പുതിയ ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത് ഈ സിനിമയിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്ത 4 പേരാണ്. ഒരുപാട് സ്നേഹത്തോട് സ്വാഗതം ചെയ്തു. നമസ്കാരം. എനിക്കൊന്ന് 2026 ഈ പല സിനിമകളുടെയും 2ാം ഭാഗവും 3ാം ഭാഗവും റിലീസാവുന്ന ഒരു വർഷമാണ്. അതിൽ ദൃശ്യമുണ്ട്, നമ്മുടെ ആടുണ്ട്, വാഴ 2 വരുന്നുണ്ട്. സോ മറ്റു ഭാഷകളിലെ സിനിമകൾ റിലീസാവുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നമ്മുടെ വാഴ, അത് ഇൻഫ്ലുവൻസസ്, സോഷ്യൽ മീഡിയയിലെ പല സെലിബ്രിറ്റീസുകൾ ഒന്നിക്കുന്ന ഈ സിനിമ വരുമ്പോൾ എന്താ നിങ്ങളുടെ ഫീല് ശരിക്കും? വാഴയിലെ 4 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. ഞാൻ പ്രധാനപ്പെട്ട കഥാപാത്രം എന്ന് പറയണ്ട, ഇവര് 4 പേരാണ് സിനിമയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. 4 പേരാണ് നായകന്മാര്. നമ്മളവരുടെയൊക്കെ ചെറുതായിട്ടിട്ടേ ഉള്ളൂ. വിനായക് ചേട്ടന്റെ അച്ഛനായിട്ട്, അച്ഛൻ വിനായക് ചേട്ടന്റെ സുഹൃത്ത് ഹാഷിന്റെ സുഹൃത്ത് ഹാഷിന്റെ അച്ഛനാരും ശരിക്കും ഇതില് സിനിമയിലൂടെയാണ് അതിന്റെ ഇത് പറഞ്ഞു പോകുന്നത്. അല്ലാതെ എല്ലാവരും കണക്റ്റഡ് ആണ്. എല്ലാവരും ഒന്നെങ്കിൽ സ്കൂൾ മേറ്റ്സ് ആയിരിക്കും, അല്ലെങ്കിൽ അച്ഛനമ്മ, ചേട്ടൻ, അനിയൻ, അനിയത്തി, അങ്ങനെ കുറെ റിലേഷൻഷിപ്സ് പറഞ്ഞു പോകുന്നുണ്ട് ഇതിൽ പറയുന്നുണ്ട്. ശരിക്കും നിങ്ങളെ മെയിൻ കഥാപാത്രമാക്കിയിട്ടാണ് ഈ സിനിമ വാഴ 2 വരുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞ സമയത്തുള്ള ആദ്യത്തെ റിയാക്ഷൻ എന്തായിരുന്നു? ഭയങ്കര സന്തോഷമായിരുന്നു. അതായത് നമ്മളെ വെച്ചൊരു സിനിമ വരുന്നു, അതങ്ങനെ ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ആദ്യം നമ്മൾ 4 സംസാരിച്ച് നിന്ന, വെളിയിൽ സംസാരിക്കാൻ വേണ്ടി നിന്നില്ല. പറഞ്ഞപ്പോ ഭയങ്കര സന്തോഷം. ഒതുക്കി എല്ലാം ഇങ്ങനെ കുറച്ച് ഒതുക്കുന്ന ആൾക്കാരാ തോന്നുന്നല്ലേ, പുറത്തൊന്നും അധികം പറയാത്ത സാഹചര്യം അനുസരിച്ച്. ഓക്കെ. ഇപ്പം അസീസ്ക വാഴയില് ചെയ്യുന്ന സമയത്ത് ഇത്രയും വലിയ മകന്റെ അച്ഛനായിട്ട് അഭിനയിക്കുമ്പോൾ ആൾക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സിനിമ റിലീസിന് ശേഷമാണ് പറഞ്ഞത്, ഓ ഇത് ഞാൻ മിസ്സാക്കിയ, നഷ്ടമായി പോയേനേന്ന്. ശരിക്കും ഇതിൽ അച്ഛൻ വേഷം ചെയ്യുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ? അല്ല, ഇതിനകത്ത് വിളിക്കുമ്പോൾ തന്നെ അത്ഭുതം വരുന്നു എനിക്ക്. സത്യം പറഞ്ഞാൽ നമ്മള്
ഫുൾ കോമഡിയാണ് സിനിമ, ഫുൾ കോമഡിയാണ്. പിന്നെ നമ്മൾ വാഴ ഫസ്റ്റ് കണ്ടാണല്ലോ നമ്മൾ, അതേപോലെയൊക്കെ തന്നെയാണ് ഫുൾ കോമഡിയും. പിന്നെ ഇതിനകത്ത് കുറച്ചും കൂടി ഹ്യൂമർ കൂടുതൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചും കൂടി ഇത്തിരി വലിയ പ്രതലമാണ് ഈ സിനിമ സെക്കൻഡിലേക്ക് വരുമ്പോൾ. അപ്പം നമ്മൾ ഈ ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പം നമ്മൾ കണ്ടപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഭയങ്കര അത്ഭുതം തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ കളിച്ചിരുന്ന മിമിക്രി കളിച്ചിരുന്ന അസീസ്, നോബി, നസീർക്ക, ഇവരൊക്കെ നമ്മൾ ഒരു മിമിക്രിക്കാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് സിനിമയിലൊക്കെ ചാൻസ് കിട്ടുമ്പോൾ എനിക്ക് ഇത്തിരി കൂടുതലാണ് കിട്ടിയാണെന്ന്. കാരണം ആദ്യം മമ്മൂക്ക് വിളിക്കുന്നു, വലിയ സിനിമയിൽ അഭിനയിക്കുന്നു. പക്ഷെ ഞാനൊക്കെ ആദ്യം ഉദ്ദേശിച്ചാണ് ചെറിയ ചെറിയ ചായ കൊടുക്കുന്ന സീൻ, അല്ലെങ്കിൽ ഒരു പോസ്റ്റ്മാൻ, ഇതൊക്കെയാണ് നമ്മൾ ആദ്യം മിമിക്രി എന്ന് ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ ഭാഗ്യത്തിന് മമ്മൂക്ക വിളിക്കുകയും പത്തൊമ്പതിലും എനിക്ക് പിന്നെ കുറേ വലിയ സിനിമകളൊക്കെ ചെയ്യാൻ പറ്റി. എന്നിട്ടും നമ്മൾ ഇതിന് ഈ വാഴക്ക് തൊട്ട് മുമ്പ് വരെ ഒരു അച്ഛനായിട്ടൊന്നും ഇതുവരെ അഭിനയിച്ചിട്ടില്ല. എല്ലാം കൂട്ടുകാരന്മാർ അല്ലെങ്കിൽ അയൽവക്കക്കാരൻ ഇതൊക്കെയാണല്ലോ. പക്ഷേ അപ്പം ഈ അസീസിൻ്റെ നമ്മുടെ നസീർക്ക് അങ്ങനെ ഇത് കണ്ടപ്പോൾ നമുക്ക് അത്ഭുതം തോന്നിയത്, ഒരിക്കലും നമ്മൾ ഒരു സെക്കൻഡ് ഇറങ്ങുമെന്നോ സെക്കൻഡിൽ നമ്മളായിരിക്കും അവരുടെ പോലെ അച്ഛനായിട്ട് അഭിനയിക്കണമെന്ന് ഒരിക്കലും നമ്മൾ വിചാരിച്ചിട്ടില്ല. പിന്നെ സെക്കൻഡ് ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴും നമ്മൾ ഒരു സിനിമയുടെ സെക്കൻഡ് എന്ന് പറയുമ്പോൾ അതിലെ നായകൻ, അതിലെ നായിക, ചുറ്റുപാടുകൾ, അങ്ങനെയാണല്ലോ സെക്കൻഡൊക്കെ കാണുന്നത് നമ്മൾ. പക്ഷേ ഈ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പുതുമയാണ് ഇതിന്. കാരണം അതിനകത്തുള്ള ആരും ഇതിനകത്ത് ഇല്ല. ഇവര് തന്നെ അവസാനം എന്തോ ഒരു സാധനത്തിൽ വന്ന് പോകുന്നേ ഉള്ളൂ തോന്നുന്നു ഫസ്റ്റില് ഉള്ളത്. അത് ഇതിന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം മറ്റുള്ള സിനിമകൾ അങ്ങനെയല്ലല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും അവരൊക്കെ തന്നെ ആയിരിക്കും അച്ഛൻ, അവര് തന്നെ ആയിരിക്കും മക്കള്, പിന്നെ ഇവരും ഉണ്ടാവും. അപ്പൊ നമ്മള് ഇത് കാണാൻ വേണ്ടി ആകാംക്ഷയോട് കാത്തിരുന്ന സെക്കൻഡ് വരട്ടെ, ഉഗ്രനായിരിക്കും. അങ്ങനെയാണ് നമുക്ക് എന്താ പറയുക, ഓർക്കപ്പുറത്ത് ഒരു ഭാഗ്യം വരും എന്നൊക്കെ പറയില്ലേ, അതേപോലെ വിളിച്ചത്. അപ്പോൾ ഭയങ്കര സന്തോഷവും പിന്നെ എന്താണ് പറയണത്, അത്ഭുതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സോങ്ങിൽ കമന്റ്സ് ഞാൻ നോക്കിയപ്പോഴേ നിങ്ങൾ രണ്ടുപേര് കറക്റ്റ് അച്ഛൻ മകൻ അങ്ങനെയാ കമന്റ്സ് വന്നേ. കാസ്റ്റിംഗ് ഭയങ്കര ഗംഭീരായിരുന്നു എല്ലാവരുടെയും. ആൻഡ് നിങ്ങളുടെ കുട്ടിക്കാലവും അതും ഭയങ്കര രസമായിരുന്നു. കാസ്റ്റിംഗ് ഡയറക്ടറാണ് ആ കൈയടി കൊടുക്കേണ്ടത്. കറക്റ്റ് കാസ്റ്റിംഗ് ഭയങ്കര രസമായിരുന്നു. ആൻഡ് ദേവരാജ് പേര് എന്നെ ഭയങ്കര, ഞാൻ ഇങ്ങനെ നോക്കിയപ്പോഴേ പേര് കണ്ടപ്പോൾ ദേവരാജ്, ഇതാരപ്പോൾ ദേവരാജ് നമ്മൾ ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. സോ പേര് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു പേരാണ്. ആൻഡ് അഭിനയം ഇൻസ്റ്റഗ്രാമിലും സോഷ്യൽ മീഡിയയിലൊക്കെ ഈ പറയുന്ന മുഖങ്ങൾ നമുക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. നിങ്ങളുടെ അത്രയും പ്രൊഡക്റ്റീവായിട്ട് നിങ്ങൾ ഓരോ പ്രൊഡക്റ്റ് ഇറക്കുന്ന സമയത്തും അഭിനയത്തിലും ക്വാളിറ്റിയിലും നിങ്ങൾ വിട്ടുവീഴ്ച കൊടുക്കാറില്ല. സോ ഈ സിനിമയുടെ ഭാഗമാവുന്നത് എങ്ങനെയാണ് ദേവരാജ്? ഞങ്ങൾ യുറേക്ക തുടങ്ങിയൊരു വളരെ ഏർലി സ്റ്റേജിലാണ് വിപിൻ ചേട്ടൻ മെസ്സേജ് അയക്കും, എടാ നിങ്ങളെ പരിപാടികൾ കാണുന്നുണ്ട്, കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. ഇപ്പോഴാണ് ഞങ്ങൾ യുറേക്ക തുടങ്ങി കുറച്ച് ഒരു വർഷം കഴിയുന്നത്. ഇത് ഒരു വർഷം മുന്നേ തുടങ്ങിയതാണ്. വാഴയുടെ ഷൂട്ടും കാര്യങ്ങളും കാസ്റ്റിങ്ങൊക്കെ ഒരു വർഷം അതിലും ടൈമായി അത് തുടങ്ങിയിട്ട്. അപ്പോൾ ഒരു വർഷം മുന്നേ ഞങ്ങൾ വളരെ ഏർലി സ്റ്റേജാണ്. അപ്പോഴൊന്നും നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്, പക്ഷേ സിനിമയിലേക്കുള്ള ഒരു വിളി പ്രതീക്ഷിച്ചിട്ടില്ല. കാരണം നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. 3-4 മാസം എന്ന് പറയുമ്പോൾ അധികം ആരും ഫിലിം ഫീൽഡിൽ ഒരുപാട് പേരൊന്നും ഞങ്ങളെ കണ്ടു തുടങ്ങിയിട്ടില്ല. പക്ഷേ വിപിൻ ചേട്ടൻ ഞങ്ങളെ അന്ന് മുതലേ കാണുന്നുണ്ട്, നോട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി മെസ്സേജ് അയച്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവസാനം ഇവർ വാഴ 2 തുടങ്ങുന്നത് സംഭവിക്കുന്നത് ഇവരിലൂടെയാണ്. ഇവർ 4 പേരുമാണ് ഇതിൽ. ഹാഷിർ, അലൻ, വിനായക്, അജിൻ, ഇവർ 4 പേരിലൂടെയാണ് കഥ പോകുന്നത്. അപ്പോൾ അതിലേക്ക് അവരുടെ കൂടെ സഞ്ചരിക്കുന്ന ക്ലാസ്മേറ്റ്സായിട്ടും അവരുടെ ബ്രദേഴ്സായിട്ടും ഒക്കെയുള്ള കുറേ ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാസ്റ്റിങ്ങിൽ അവസാന മൊമെൻറ്റിലാണ് ഞാൻ ഇന്നാവുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിക്കുന്നേ ഇല്ല. ഇപ്പോൾ ബിജുക്കുട്ടൻ ചേട്ടൻ പറഞ്ഞു ഇത്രയും കാലം നിന്ന് പുള്ളി എക്സ്പെക്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളെപ്പോലുള്ള ഏറ്റവും തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ ഇമാജിൻ ചെയ്യുന്നില്ല ഇങ്ങനൊരു പരിപാടിയിലേക്ക് വിളിക്കും. അതിങ്ങനത്തെ ഒരു ഫ്രാഞ്ചൈസി പോലെയുള്ള ഫസ്റ്റ് പാർട്ട് അത്രയും ഹിറ്റായൊരു പടം ഞാൻ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ പറയാറുണ്ട്. വാഴ 1 തിയേറ്ററിൽ പോയി കാണുന്ന സമയത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല. അന്ന് ഞങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്ത് തുടങ്ങിയ സമയമാണ്. വാഴ 1 ഒരു റീൽ എടുക്കാൻ വേണ്ടി ഞങ്ങൾ തിയേറ്ററിൽ പോകുന്നത്. തിയേറ്ററിൽ നിന്ന് സംസാരിക്കുന്ന ഒരു റീൽ ഞങ്ങൾ അതിനിടയ്ക്ക് എടുത്തു, ചാനൽ പോസ്റ്റ് ചെയ്തു. അന്നറിയില്ല ഇത് കണ്ട് വേറെ ഇതിലേക്ക് വിളി വരുന്നുള്ളതൊക്കെ. അപ്പോൾ ഭയങ്കര ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു. പിന്നെ ഇവരുടെ വീഡിയോസ് കുറേ കാലങ്ങളായിട്ട് കാണുന്നുണ്ട്. ഇവരായിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞൊരു എക്സൈറ്റ്മെൻറ്റ് ഡെഫിനറ്റ്ലി ഉണ്ട്. നിങ്ങൾ ഏത് സ്റ്റേജിലാണ്, നിങ്ങളെയാണ് മെയിൻ ക്യാരക്ടേഴ്സ് ആക്കിയിട്ട് വാഴ 2 വരാൻ വേണ്ടി പോകുന്നത്? എപ്പോഴാണ് നിങ്ങൾ അറിയണേ ഏത് സ്റ്റേജിലാണ്? ഫസ്റ്റിന്റെ അവസാനം, അതായത് വാഴ 1ന്റെ അവസാനത്തിൽ നമ്മളിങ്ങനെ അറിയിച്ചു. ഓക്കെ, നിങ്ങളുടെയൊക്കെ ഒരു ഡ്രീം എന്ന് പറയുന്നത് സിനിമയായിരിക്കില്ലേ? അതായത് പണ്ട് സിനിമ ആഗ്രഹിക്കുന്നവര് ഇപ്പൊ മിമിക്രി, സ്റ്റേജ് പ്രോഗ്രാംസ്, പിന്നീട് അത് ഷോർട്ട് ഫിലിം ആയി, പിന്നെ ഇപ്പോൾ വെബ് സീരീസ് ആയി, നിങ്ങളിപ്പോ റീൽ കോണ്ടന്റ് വരെ എത്തി നിൽക്കുന്ന ഒരു സിനിമയാണ് നിങ്ങളുടെ ഒരു എക്സ്ട്രീം ആഗ്രഹം, ഡ്രീം എന്ന് പറയുന്നത്. സോ വളരെ എളുപ്പമെന്ന് പറയില്ല എങ്കിലും ഈ ഒരു സിനിമയുടെ ഭാഗമാവുന്ന സമയത്ത് അത് മെയിൻ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫീൽ ചെയ്യണത് ശരിക്കും?
അത് ശരിക്കും ഞങ്ങൾ ഈ റീല് ചെയ്ത് തുടങ്ങിയത് സിനിമയിൽ എത്തണം എന്നുള്ള ഇതുണ്ടല്ലോ. ഞങ്ങൾക്ക് സിനിമ ആഗ്രഹം ഉണ്ടായിരുന്നു, ഞങ്ങൾക്ക് 4 പേർക്കും ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ റീല് ചെയ്ത് തുടങ്ങിയത് അങ്ങനെയല്ല. ഞങ്ങൾ നോർമലി അല്ലാതെ ചെയ്ത് തുടങ്ങിയതാ. ഒരു എന്റർടൈൻമെന്റ് അങ്ങനെയാണോ? ആ ഒരു രീതിക്കും പറയാം, അങ്ങനെ ചെയ്തതാ. പിന്നെയാണ് ഞങ്ങളത് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കുകയും അതിൽ കൂടെ തന്നെ ഇപ്പോൾ വിപിൻ ചേട്ടൻ ദേവരാജ് പറഞ്ഞല്ലോ, വിപിൻ ചേട്ടൻ ഞങ്ങളെ ശ്രദ്ധിക്കുകയും വാഴ 1 ഇങ്ങനെ ഒരു അവസരം തരിക, അതിൽ നിന്ന് പിന്നെ വാഴ 2 എത്തുകയും അങ്ങനെ ചെയ്ത് ഞങ്ങളൊരു 4 വർഷം കൊണ്ട് ആ ഒരു ടൈം എടുത്താണ് ഇങ്ങോട്ട് വന്നത്. അതെ. ഈ ഒരു സപ്പോർട്ട് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അത് ഇപ്പം കഴിഞ്ഞ വാഴയുടെ റിലീസ് സമയത്ത് നമ്മൾ പ്രൊമോഷൻ ഇന്റർവ്യൂ സമയത്ത് ഏറ്റവും കൂടുതൽ ചോദിച്ചത് നിങ്ങളെ കുറിച്ചാണ്. പക്ഷെ നിങ്ങൾ ഇരുന്നില്ല, പക്ഷെ എല്ലാ ഇന്റർവ്യൂവിലും ഇവരെ കുറിച്ചാണ് ചോദിച്ചുകൊണ്ടിരിക്കണേ. ആ സമയത്ത് നിങ്ങളുടെ ഫാൻ ഫോളോവേഴ്സ് ഒരു തവണ തിയേറ്ററിൽ പോയി കണ്ടിരുന്ന ഈ സിനിമ ഹിറ്റാവുന്നതാണ് പറയാ. അപ്പം ഈ ആളുകളുടെ ഈ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഈ ഒരു സ്നേഹം, അതും നിങ്ങൾക്ക് ഒരുമിച്ച് സിനിമയുടെ ഭാഗമായിട്ട് വരാൻ പറ്റുന്നു, അതെങ്ങനെയാ കാണണേ ആഷിറേ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ സിനിമ കാണാൻ വരുമെന്ന് നമുക്ക് ഒരുവിധം പ്രതീക്ഷയുണ്ട്. പക്ഷേ ഒരു സിനിമ വിജയിക്കണമെങ്കിൽ എല്ലാവരും വരണം. അതായത് നമ്മൾ കുറച്ച് പേരിലേക്കൂടെ എത്തണം. നമ്മൾ ഒരു സൈഡിൽ ആൾക്കാർക്ക് നമ്മളെ അറിയാം, നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, പക്ഷെ അത് നിലനിർത്തിക്കൊണ്ട് തന്നെ ഇനി നമ്മൾ ആൾക്കാരിലേക്ക് എത്തണം. അപ്പോൾ ഈ ഒരു സിനിമയിലൂടെ അങ്ങനെ ഒരു പുതിയൊരു ഓഡിയൻസിനെ നമുക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ റീല് പോലെയല്ല സിനിമ പോലെയല്ല റീല്, രണ്ട് രീതിയിലുള്ള ഡിഫറെൻ്റ് ആണ്. അപ്പം ആ ഒരു വ്യത്യാസം വരും. പിന്നെ അവസാനം ചോദിച്ചെന്തായിരുന്നു? അവസാനം എന്തോ ഒരു കാര്യം ചോദിച്ചല്ലോ, ഞാൻ ഇപ്പൊ നമ്മുടെ കംഫർട്ട് സോണിൽ നിൽക്കുന്നത് ഭയങ്കര ഹാപ്പിയുള്ള, അതിനല്ലേ കംഫർട്ട് സോൺ എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഹാപ്പിയുള്ള ഒരു കാര്യം. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് ഒരു സിനിമയിൽ പോയെങ്കിൽ അവിടെ കംഫർട്ട് ആവാൻ ഇച്ചിരി സമയം എടുക്കും. പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മളെ കുറ്റവും കുറവും ഞാൻ എന്താണെന്ന് കറക്റ്റ് അറിയാവുന്ന ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പൊ എനിക്ക് ഞാനായിട്ട് തന്നെ നിൽക്കാൻ പറ്റി. അങ്ങനത്തെ കാര്യങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. നമ്മൾ 4 പേരും, അതായത് ആരെങ്കിലും ഒരാൾ മാത്രമാണ് ആദ്യം സിനിമ കയറുന്ന എന്നൊക്കെ ആലോചിച്ച് നിൽക്കുന്നതിനെ കാട്ടിയും നമ്മൾ 4 പേർക്കും ഒരുമിച്ച് കയറാൻ പറ്റും. അതായത് ഒരു സിനിമയിൽ ഒരു സ്ഥലത്ത്, അതായത് നമ്മളൊരു ക്യാമ്പിന് പോകണക്ക് ജസ്റ്റ് നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് അപ്പോൾ ആ ഒരു റിസൾട്ട് സിനിമയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അത് ശരിക്കും എല്ലാവർക്കും കിട്ടുന്നൊരു ഭാഗ്യമല്ലോ. കാരണം നമ്മളായാൽ പോലും ഒരു ട്രൂപ്പിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് സിനിമ കിട്ടും. നേരത്തെ പറഞ്ഞിട്ടില്ല, ജഗദീശ്വരൻ പറഞ്ഞല്ലേ എനിക്കും ഒരു പടം കിട്ടിയെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇപ്പം സീരിയലായാലും അങ്ങനെ അതിനകത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരും അങ്ങനെ എടുക്കൂലല്ലോ, നല്ല ആളുകളെ നോക്കിയല്ലേ. പക്ഷെ അത് ഒരു കിട്ടിയൊരു ഭാഗ്യം കൂടിയാണ്. കാരണം അതൊരു നല്ലൊരു കാര്യമാണ്. 1-2 പേരെടുത്താൽ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ആ 4 പേരും കൂടി വരുമ്പോൾ ആ കോമ്പിനേഷൻ, അപ്പം റീല് പോലെ അല്ലെങ്കിലും സിനിമയുടേതായ പ്രത്യേകതകളുണ്ട്. പക്ഷെ 4 പേരും ഇപ്പം ഈ പറഞ്ഞു വിട്ട് തന്നെ ഒരൊറ്റ ഇതിൽ ഒരു എന്താ പറഞ്ഞ 4 പേരാണെങ്കിലും ഒരൊറ്റ രൂപത്തിലാണ് ഇവർ നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ പറ്റും, ഈസി ആയിരിക്കും. ഇപ്പൊ ബിജു ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തെ സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ നമ്മള് റീൽ സിനിമയിലേക്ക് വരുമ്പോ പറഞ്ഞു സീനിയർ എന്നൊക്കെ പറഞ്ഞു അപ്പൊ ആളിൽ നമ്മൾ കുറച്ച് കാര്യം പഠിക്കുമല്ലോ. കോമ്പിനേഷൻ സീനിൽ വരുമ്പം എങ്ങനെയാ ആളിൽ നിന്ന് പഠിച്ചൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ? ആദ്യമായിട്ട് തുടക്കക്കാരോട് ഇവര് നിൽക്കുന്ന രീതികളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച്, അതായത് നമ്മുടെ അടുത്ത് നിൽക്കുന്ന രീതികൾ, ഓരോ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അതായത് നമ്മുടെ അടുത്ത് സംസാരിക്കുന്നത് ഒരു തുടക്കക്കാരെന്നുള്ള രീതിയിലല്ല, അതായത് ഇതിന് മുന്നേ കണ്ടിട്ടുള്ള രീതിയിലാണ് സംസാരിക്കുന്ന. പിന്നെ ആളെ എക്സ്പീരിയൻസ് ജസ്റ്റ് നമ്മളങ്ങനെ അത്ര ടോക്കല്ല, എന്നാലും കാര്യം നമുക്ക് ഗ്യാപ്പില്ല. ഡേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ഉള്ള സമയം നമ്മൾ നല്ല നല്ല കാര്യങ്ങൾ സംസാരിക്കും, ചില കാര്യങ്ങൾ ചോദിക്കും. പിന്നെ നമ്മൾ അപ്പോഴെന്താണോ കാണാൻ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കും. അത് തന്നെയാണ്, അല്ല അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും. ടെൻഷൻ അങ്ങ് പെട്ടെന്ന് ഒഴിവാക്കും. നമുക്ക് എപ്പോഴും പുതിയൊരു സ്ഥലത്ത് പോകുമ്പോൾ പുതിയ ആർട്ടിസ്റ്റ് കാണുമ്പോൾ നമുക്കൊരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. സോ അത് ബ്രേക്ക് ചെയ്യാൻ ഭയങ്കര. പക്ഷെ എന്തോ നമുക്ക് ചേട്ടൻ അങ്ങനെ അത്ര ടെൻഷനും കാര്യമില്ല. ആളെ നമുക്ക് എനിക്കായിരുന്നു ടെൻഷൻ. അതെ ചിലപ്പോൾ നമ്മൾ 4 പേരും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മളിലേക്ക് എത്താനായിരിക്കും ചേട്ടന് കുറച്ചും കൂടെ. പക്ഷെ അത് ചേട്ടൻ നമ്മളേക്ക് എത്തി, നമ്മളടുത്ത് ഓരോ കാര്യം പറയാനും എടുക്കാനും. അല്ല, ഇതിനകത്തൊരു കാര്യം പറയാന്ന് വെച്ചാൽ നമ്മളെ ഒരു 10 വർഷത്തിനുള്ള സിനിമയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ചെന്നിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാം. നമുക്ക് സീൻ കിട്ടിക്കഴിഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്യാം. അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു 10 വർഷത്തിന് മുമ്പൊക്കെ സിനിമ. ഞങ്ങളെല്ലാവരും കൂടിയൊക്കെ ഇരിക്കും, സലികുമാർ, സുരാജൊക്കെ ഇരുന്നിട്ട് നമുക്ക് എന്താണ് അതിനകത്ത് കോമഡികൾ കയറ്റാം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ എല്ലാം അപ്ഡേറ്റഡ് ആണല്ലോ. പണ്ടത്തെ ആ സിനിമയല്ല ഇപ്പോൾ സിനിമ. നമ്മളങ്ങനെ ചെന്ന് തല പുകഞ്ഞ് ഇരുന്ന് കോമഡിയൊന്നും കുത്തി കയറ്റേണ്ട ആവശ്യമില്ല. കയറ്റിയാൽ അത് വൃത്തികേടായി പോകും. അപ്പോൾ ഇപ്പം ഈ പറഞ്ഞ കാര്യം കൊണ്ട് ഞാൻ ശരിക്കും സൈലൻ്റ് ആയിരുന്നു. ശരിക്കും
അവർ പറയുന്നത് അതേപോലെ കേട്ടാൽ മാത്രം മതി ഈ സിനിമയിൽ. നമുക്ക് ഒരു ഒന്നും വേണ്ട ഇതിനകത്ത്. അതങ്ങനെയാണത്. അതിൻ്റെ ആവശ്യമില്ല. കാരണം നമ്മളത് മനസ്സിലാക്കണത്. നമ്മളത് ഇവന്മാർ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് ടെൻഷൻ തന്നില്ല, എനിക്കായിരുന്നു മുഴുവൻ ടെൻഷൻ. ഇവന്മാരുടെ കൂടെ ഞാൻ എങ്ങനെ നിൽക്കും? കാരണം ഇത് ഒഴുക്കം പോലെ ഇങ്ങനെ സിനിമക്ക് ആവശ്യമായ സീനുകളും ആ സീനിന് ആവശ്യമായ കോമഡികളും, അതാണ് നമുക്ക് ഇപ്പോഴത്തെ ആവശ്യം. അതാണ് ഈ സിനിമ ചെയ്യുന്നത്. അപ്പം നമ്മളതുകൊണ്ട് ഒരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ ആ സീനൊന്ന് ആദ്യം നോക്കട്ടെ, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ആ സീനിന് ആവശ്യമായ കാര്യങ്ങൾ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞാൽ മാത്രം മതി. ഇപ്പോഴത്തെ സിനിമകളൊക്കെ അങ്ങനെയാണ്. ഇത് അങ്ങനെയാണ് ഞാൻ ഇതിനെ കൈകാര്യം ചെയ്തേക്കണത്. നമുക്ക് അങ്ങനെ നമ്മളെ തുറന്നങ്ങ് വിടാനായിട്ട് സമ്മതിച്ചിട്ടില്ല, നമ്മളങ്ങനെ തുറന്ന് വിടാനായിട്ട് ചെന്നിട്ടില്ല. കാരണം ഈ സിനിമക്ക് ആവശ്യമായത് അവരുടെ അടുത്തുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. ഇവരുടെ മനസ്സിലാണ് സിനിമ ഉള്ളത്. അപ്പോൾ അതുപോലെ നമ്മൾ അവർ പറയണ പോലെ അങ്ങ് ചെയ്തു കൊടുത്താൽ മതി. അപ്പം മറ്റുള്ള സിനിമകൾ പോലെ അല്ല ഈ സിനിമ. പുതിയ ഇറങ്ങുന്ന സിനിമകളൊക്കെ അങ്ങനെയാണെങ്കിൽ തന്നെയും ഇത് ഇത്തിരി പ്രത്യേകത ഉള്ള സിനിമയാണ്. ഇവരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. ആരാ കാണാത്തല്ലേ? അല്ല, എനിക്കെന്ന് വെച്ചാൽ ഞാനിത് അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിലൊക്കെ എൻ്റെ മക്കളൊക്കെ പറയുമ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ നമ്മൾ കാണുമ്പോൾ ഇത്ര വ്യൂസ് ഉണ്ട്. കാരണം നമ്മളും സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിൽക്കുന്ന ആളാണ്. ഇവരുടെ അത്രയും വ്യൂസ് ഇല്ലെങ്കിൽ തന്നെയും നമ്മൾ അതും ഇതൊക്കെ ആയിട്ട്, അതുകൊണ്ടാണ് നമ്മൾ ഈ അപ്ഡേറ്റഡ് ആവാനുള്ള കാരണം നമുക്കറിയാലോ, സിനിമ കാണുമ്പോഴും റീല് കാണുമ്പോഴും പഴയ സാധനമല്ല ഇത്. ഉമ്മാരെ കൂടെ നിൽക്കണമെങ്കിൽ ഇത്തിരി പ്രശ്നം വേണം. അപ്പൊ അതുകൊണ്ട് നമുക്കത് അറിയാവുന്നത് കൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. നമ്മൾ അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ പഴയതൊക്കെ പോലെ അങ്ങോട്ട് പോയേനെ. അപ്പം എനിക്ക് തോന്നുന്നത് എൻ്റെ മോളുടെ കൂടെ ഒക്കെ പഠിക്കുന്ന അവർ ഇനി കോളേജിൽ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണം ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ്. അപ്പോൾ അത് തന്നെയല്ലേ അറിയാലോ, നമ്മളൊക്കെ ചെന്ന് നിന്നാലും നമ്മളെയൊക്കെ മാറ്റിക്കൊണ്ട് ആഷിർ വന്നില്ലേ. അതുകൊണ്ട് ആഷിർ അതിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇവരുടെ പൊസിഷൻ എന്താണെന്നുള്ളത്. ആഷിർ ഇപ്പോൾ വരും, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ തിരക്കായിരിക്കുള്ളൂ. മറ്റേ ഇതിൽ ചേട്ടനില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനുണ്ട്. ഓക്കെ, നമ്മളൊന്നും കാണാൻ താല്പര്യമൊന്നുമില്ല. അത് അവരുടെ കഴിവാണ്ടത്, നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട ഒരു കാര്യമാണത്. അപ്പം അതിനകത്ത് നമ്മൾ അവരൊക്കെ വെയിറ്റ് ചെയ്യിപ്പിച്ച് നിൽക്കലൊക്കെ ഇരുന്ന് പോരും കേട്ടോ എന്നൊക്കെ ഞാൻ ഒന്ന് പറഞ്ഞു നോക്കാം എന്നൊക്കെ ചെന്ന് ഒരു കൂട്ടം ആൾക്കാരുണ്ടോ, ഒരാളൊന്നുമല്ല, കൊച്ചു പിള്ളേരെ ഇങ്ങനെ സെറ്റിൽ വരുമായിരുന്നു. ഞാനാണെന്ന് നിയന്ത്രിച്ചിരുന്നു അവിടെ. ഓക്കെ, അപ്പൊ അവര് തന്നെ അന്ന് പിന്നെ വരുമോ താമസിക്കോ നോക്കട്ടെ, എന്നാൽ പിന്നെ ഈ ചേട്ടൻ്റെ കൂടെ ഫോട്ടോ എടുത്താക്കാം. ടൈം ലാപ്സിൽ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്താക്കാം. അത്രക്ക് ആരാധകരാണ് എനിക്ക്. ഈ ആരാധകരൊക്കെ എനിക്ക് തോന്നുന്നില്ലേ, എങ്ങനെ നിങ്ങൾക്ക് അത് കൂടുതൽ അത് ഇനി ഇത്ര ആരാധകരുണ്ട് അല്ലെങ്കിൽ ആളുകൾക്ക് ഇഷ്ടമാവാത്ത രീതിയിൽ നമ്മുടെ ഭാഗത്തൊന്നും വരരുത്, പറയരുത്, അങ്ങനെ നിങ്ങൾ ഭയങ്കര ടെൻഷനുള്ള ആൾക്കാരാണോ? അല്ല, അത് അങ്ങനെയാണെങ്കിൽ നമ്മൾ വീഡിയോയിലാണെങ്കിലും നമ്മളെ നോർമലായിട്ടുള്ള നമ്മളെ യൂട്യൂബിൽ നമ്മൾ ഇടുന്ന കാര്യങ്ങളൊക്കെ നമ്മളായിട്ട് ഇന്നാണ്. അപ്പം അതിൽ പലതും പറയുന്നുണ്ട്. പക്ഷേ ചോദിക്കുന്ന ചോദ്യം അനുസരിച്ച് ഉത്തരം കൊടുക്കാന്ന് വിചാരിച്ചാൽ അത്രേ ഉള്ളൂ. ഒന്നും വിട്ട് കളിക്കൊരു ഇന്റർവ്യൂ ഇവരൊരു ക്ലാസ് കഴിഞ്ഞിട്ടാണോ വന്നത്? ഇല്ല, ശരിക്കും ഈ ആരാധകർ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണോ പെൺകുട്ടികളാണോ ചെറിയ കുട്ടികളാണോ ഏജ്ഡ് ആയിട്ട് ആൾക്കാർ, ഏത് ഏജ് ഗ്രൂപ്പിലെ ആൾക്കാരാ കൂടുതൽ? മിക്സാണ്. അതായത് നമ്മൾ ചെയ്യുന്നത് ഏത് ഏജ് ഗ്രൂപ്പും ചോദിച്ചുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ പിള്ളേർക്കിടയിൽ നടക്കുന്ന കാര്യമാണ്. അപ്പം സ്വാഭാവികമായിട്ടും അത് കാണുന്നത് പിള്ളേർക്കായിരിക്കും റിലേറ്റബിൾ ആവുന്നത്. അപ്പം അവരായിരിക്കും കൂടുതൽ. അപ്പം അത് പെൺകുട്ടികളും വരും ആൺകുട്ടികളും വരും, പിന്നെ കൊച്ചുമക്കൾ. കാര്യം അതാണ് നമ്മളെ ചില വീഡിയോസൊക്കെ കാണുമ്പോൾ വലിയ വലിയ ആൾക്കാർ വന്നിട്ട് അത് ചോദിക്കും ആരാണ്. അത് അവർ പറയുന്നുള്ളതാണ്. കാര്യം അവർ കാണുന്ന ഒരു കാറ്റഗറിയിലല്ല നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പം അവിടെ എത്താത്തോണ്ടാണ്. നമ്മൾ ഫാമിലി ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്ത് വരുമ്പോൾ നമ്മൾ അവിടേക്ക് എത്തും. ഒരു സിനിമ ആയതുകൊണ്ട് ഇതിലെല്ലാവരെയും കഥ പറഞ്ഞു പോണോണ്ട് നമ്മൾ അങ്ങനെയുള്ള പ്രേക്ഷകരുടെ ഇടയിലും കൂടെ എത്തുമെന്ന് വിചാരിക്കും ഈ പടം കാരണം. കാര്യം റീലിൽ കൂടെ നമ്മൾ അറിയുന്ന പിള്ളേരെ എത്തിയിട്ടുള്ളൂ. ഇനി കുറച്ചും കൂടി ആളുകളിലേക്ക് ആൾക്കാർ അത് ചിന്തിക്കും ഇത് ചിന്തിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് പൊതുവെ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മളായിട്ടല്ല, എല്ലാരും അല്ലേ. അപ്പൊ അതിന്റെ രീതിയിൽ നമ്മളോടൊന്ന് പറയുന്നേ ഉള്ളൂ, അല്ലാതെ നമ്മള് വേറെ രീതിയാണ്. പക്ഷെ നിങ്ങളൊക്കെ കോണ്ടന്റ് ചെയ്യുന്നതേ കറക്റ്റ് നമ്മുടെ ഏതാണ് സിറ്റുവേഷൻ അനുസരിച്ചുള്ള കോണ്ടന്റ് ആണ് ദേവരാജാണ് ചെയ്യുന്നത്. കറക്റ്റ് അങ്ങനത്തെ കോണ്ടന്റ്. എങ്ങനെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവണേ എന്നൊരു സാധനം ഉണ്ട്. അത് നോർമലി ഇപ്പം കൂട്ടുകാർക്കിടയിൽ നടക്കുന്ന ആ കാര്യം തന്നെയാണ് അപ്പുറത്തെ ഒരു സ്ഥലത്ത് നടക്കുന്ന, നമ്മളെ വീട്ടിൽ നടക്കുന്ന തന്നെയാണ് ഒരു വീട്ടിൽ നടക്കുന്ന. വേറെ രാജ്യങ്ങളിൽ പല രീതിയിലായിട്ട് മാറി മാറി പോണെന്നേ ഉള്ളൂ.
ഈ കുടുംബ പ്രശ്നമാണെങ്കിലും പ്രണയമാണെങ്കിലും അത് സാഹചര്യവും സമയം അനുസരിച്ച് മാറുന്നില്ലാതെ ഫീലിങ്സും കാര്യങ്ങളും കറക്റ്റ് ആയിരിക്കും. അപ്പം നമ്മളിടയിൽ നടക്കുന്ന കാര്യം എന്തായാലും നമുക്ക് ഉറപ്പാണ് ആ ഒരു ഏജ് കാറ്റഗറി വരുന്ന ആൾക്കാരുടെ ഇടയിൽ അങ്ങനെ സംഭവിക്കും. പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഒബ്സർവ് ചെയ്യും, ഇത് ബെറ്റർ ആയിരിക്കും അങ്ങനെയൊക്കെ ചെയ്ത കാര്യം. ആദ്യം അത് ശ്രദ്ധിക്കില്ലായിരുന്നു, പിന്നെ ആൾക്കാർ കൂടുതൽ ഇങ്ങനെ കണ്ട് തുടങ്ങിയപ്പം പിന്നെ നമ്മൾ ഓരോന്ന് ശ്രദ്ധിക്കാനൊക്കെ തുടങ്ങി. അതെ അതെ, വീഡിയോയിൽ പറയുന്ന കാര്യങ്ങളായാൽ പോലും ഒരുപാട് കൊച്ചു കുട്ടികളിലേക്ക് എത്തുന്നതുകൊണ്ട് നമ്മളൊരു തമാശയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ പോലും അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇപ്പം ചീത്ത വിളിക്കുന്നതാണെങ്കിൽ കൂടിയും അതുകൊണ്ട് മാക്സിമം അങ്ങനത്തെ കാര്യം ഉപയോഗിക്കൂല നമ്മൾ. അതൊരു വലിയൊരു തോട്ടാണ്. അതെ, പിന്നെ ചിലപ്പോൾ നമ്മൾ പോലും വിചാരിക്കുക ചില കാര്യങ്ങൾ അല്ലാതെ മാറിപ്പോവുകയും ചെയ്യും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോ നിങ്ങൾ 4 പേരും സെലിബ്രിറ്റീസ് ആണ്, ഇൻഫ്ലുവൻസേഴ്സ് ആണ്. അതായത് നിങ്ങൾ പലരെയും ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്, പല നമ്മൾ ചെയ്തില്ലെങ്കിലും ഇൻഫ്ലുവൻസ് ആയി പോവാറുണ്ട്. നിങ്ങൾ 4 പേരും ഒരു ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ? എൻ്റെ മുമ്പ് വന്ന സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരും മിമിക്രിയിൽ ഉള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. നമുക്ക് ആ കാലഘട്ടമല്ലല്ലോ ഇപ്പൊ. നമ്മളങ്ങനെ ഒരു പേഴ്സൺ ഉണ്ടാവോ എന്റെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാൾ അങ്ങനെ തോന്നുന്നു? നമുക്ക് അന്നൊക്കെ കോമഡിയിലുള്ള ആളുകളെയാണെന്ന്. നമുക്ക് സിനിമയിലാണെങ്കിൽ അമ്പിളിച്ചേട്ടൻ, മാളാരവിന്ദൻ, പപ്പു, അങ്ങനെ ഒരു കാറ്റഗറിയിൽ നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്. നേരെ തന്നെ മമ്മൂക്ക, ലാലേട്ടൻ നമ്മൾ നോക്കുമല്ലോ. നമുക്ക് ആവാനൊരു ആഗ്രഹം എന്ന് അമ്പിളിച്ചേട്ടൻ്റെ കൂട്ടൊന്നും അല്ലല്ലോ, നമ്മൾ അവരെയൊക്കെയാണ് കാണുന്നതും അനുകരിക്കുന്നതും ഒക്കെ അങ്ങനെയാണ്. പിന്നെ അതിക്ക് മുന്നേ നമ്മൾ സ്റ്റേജിൽ വരുമ്പോൾ ഒരു ഹരിശ്രീ അശോകൻ ചേട്ടനൊക്കെ അന്ന് ചെയ്ത അതൊക്കെ എനിക്ക് സ്റ്റേജിൽ കണ്ട് പരിചയമുള്ള ഹരിശ്രീ അശോകൻ ചേട്ടനൊക്കെയാണ്. പിന്നെ അശോകൻ ചേട്ടൻ, അങ്ങനെ ആ കോമഡിയിൽ ആ കാലഘട്ടത്തിൽ എനിക്കാണ് ദിലീപേട്ടൻ, പിന്നെ സലിംകുമാർ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അവരൊക്കെ വലിയ ട്രൂപ്പുകളിലൊക്കെ കളിക്കുമ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ മിമിക്രി എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ അവരുടെയൊക്കെ കോപ്പി അടിച്ചിട്ടാണ് നമ്മൾ മിമിക്രി തുടങ്ങിയത്. പിന്നെ സിനിമയിലേക്ക് വന്നപ്പോൾ ഇവരെ കണ്ടുപിടിച്ച്. അപ്പം ആ കാലഘട്ടം ഇപ്പം അങ്ങനെയല്ല, ഇപ്പം നേരിട്ട് ലാലേട്ടനെ കാണുക ഇവര്. ഞാൻ ഒരിക്കൽ ഇന്റർവ്യൂ പറയണം, ഞാൻ ആദ്യമായിട്ട് കാണുന്ന സെലിബ്രിറ്റി ബിച്ചേട്ട. ആദ്യമായിട്ട് എനിക്കൊന്ന് തിരുവനന്തപുരത്താന്ന് തോന്നുന്നു. ഞങ്ങളൊരു ട്രിപ്പ് പോയ സമയത്ത് ഒരു കാറിൽ നിറച്ചും ഒരുപാട് പേര് പൊത്തിരിക്കുക സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ലൈഫിൽ ആദ്യം കാണുന്ന സെലിബ്രിറ്റി അതിന്റെ ഒരു ആ ഉയർച്ച ഇപ്പോഴും ഉണ്ട്. ഞാനന്ന് പറഞ്ഞില്ലേ അല്ല ഉയരങ്ങളെത്തി. ചെറുതായിരുന്നു, ഇത്ര ഹൈറ്റ് ഇല്ല. ഇല്ല ചേട്ടൻ അത്ര ആൾക്കാർ അന്ന് ഞാനൊന്നില്ല. ഞാനൊരു ഇന്റർവ്യൂല് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഫാമിലി ആയിട്ട് ഇന്റർവ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറയും നിങ്ങളുടെ ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകൾ ആരൊക്കെയാ? എന്റേതായാലും ഒരാളായിട്ട് പറയാനില്ല, കൊറേ ആളുകളുണ്ട്. ഒരാളായിരിക്കും മറ്റാളാവാ. കോപ്പി പേസ്റ്റ് നോ. അത് ഒത്തിരി ആളുകളുണ്ട്, ഇങ്ങനെ ഒരാളായിട്ട് പറയാൻ ഇല്ല. ഞാൻ ഈ കാണുന്ന ആളുകളിൽ നിന്നെല്ലാം നല്ലത് കണ്ടു എത്തി അത് ജീവിതത്തിൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഉപ്പച്ചി, അതായത് ഉമ്മയുടെ വാപ്പ, ആള് ഒരാൾക്കാരടുത്ത് പെരുമാറുന്ന രീതികളും പിന്നെ ഒരു എല്ലാവരെയും കൂട്ടത്തോടെ കൊണ്ടുപോണ കാര്യങ്ങളും സ്നേഹത്തോടെ ആളാ സ്നേഹവും കാര്യങ്ങളും ഓരോരുത്തർക്ക് കൊടുക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള. അങ്ങനെ ഉപ്പച്ചി നോക്കിയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പഠിച്ചുള്ളൂ, അല്ലാതെ വേറെ ആരെയും ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന സിനിമയാണെങ്കിൽ നമ്മൾ പറഞ്ഞില്ലേ വീഡിയോ ചെയ്ത് തുടങ്ങിയത് നമ്മൾ അല്ലാതെയാണ്. അപ്പം അതുകൊണ്ടാണ് അതിനെപ്പറ്റി അങ്ങനെ ശ്രദ്ധിക്കാതെ ഈ മേഖലയിലുള്ള ആൾക്കാരായിട്ട് അങ്ങനെ ഇല്ലാത്തതുകൊണ്ടാണ്. വീട്ടിലുള്ള ഒരാളാണ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ദേവരാജ്, സിനിമ അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ് ഇതിൽ ചോദിക്കുകയാണെങ്കിൽ മാറിക്കൊണ്ടിരിക്കും. എപ്പോഴും പലപ്പോഴും നമ്മൾ ഏറ്റവും ബെസ്റ്റ് സിനിമ കണ്ടിറങ്ങി കഴിഞ്ഞാൽ അവരായിരിക്കും അടുത്ത നല്ലൊരു വർക്ക് ചെയ്യുന്നവരെ നമ്മുടെ ഇൻഫ്ലുവൻസ്. പക്ഷേ പൊതുവേ ഞങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴും ചെറുപ്പം മുതലും ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്ത് ശ്രീനിവാസൻ ആണ്. ശ്രീനിവാസൻ, മോഹൻലാൽ സിനിമകളൊക്കെ ചെറുപ്പത്തിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇത് അറിയില്ല, ഒരു കഥയൊക്കെ നമുക്ക് മനസ്സിലാവുന്ന പ്രായത്തിന് മുന്നേ നമുക്കൊരു 5 വയസ്സ് 6 വയസ്സ് മുതൽ കാണുന്നതാണല്ലോ. നാടോടിക്കാറ്റ് അങ്ങനത്തെ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് സന്ദേശമൊക്കെയാണ് ഇതിൻ്റെ ഒരു മാജിക് ഉണ്ടല്ലോ. ഒരു കഥ ഉണ്ടായി വരുന്നു, അതൊരു സിനിമയായി മാറുന്ന അതിനോടൊരു ഫാൻറ്റസി, ഒരു ഇഷ്ടമൊക്കെ അന്നാണ് തോന്നി തുടങ്ങിയത്. അപ്പോൾ ആ ഒരു വ്യക്തി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. പേഴ്സണൽ ലൈഫിലാണെങ്കിൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. കാരണം അച്ഛനും അമ്മയും വീട്ടിൽ ഭയങ്കര ഒരു ഫ്രീഡം ആണ് എല്ലാത്തിനും. എൻ്റെ അച്ഛനെ പറഞ്ഞ മതിയായിരുന്നു, മിസ്സായതൊക്കെ. ഞാൻ പറയുന്നത് ഇങ്ങനെ തന്നെ ആദ്യമേ ആരെങ്കിലും വിടുക, എങ്കിലും ആലോചിച്ച് നല്ലത് പറയാൻ പറ്റും. എനിക്ക് ശ്രീചേട്ടൻ്റെ ഇത് പറയുമ്പോഴേ നിങ്ങളുടെ റീല് കാണുമ്പോൾ നമുക്ക് ആ ഫീൽ കിട്ടും. നമ്മളോട് പലപ്പോഴും പറയാറുണ്ട് ശ്രീനിവാസൻ, മോഹൻലാൽ പോലെ ഉണ്ട്. അത് നമ്മൾ വേണമെന്ന് വെച്ചാൽ അത് അങ്ങനെ ആവാമെന്ന് വെച്ച് ചെയ്യുന്നൊന്നുമല്ല, അതിനോടൊരു താല്പര്യമുള്ളത് കൊണ്ട് നമ്മൾ കോൺവെർസേഷൻസ് ഒക്കെ അങ്ങനെ ആയിപ്പോവും ചില സമയത്ത്. ഇപ്പോഴും ഞങ്ങൾ പുതിയ സാധനങ്ങൾ എഴുതുമ്പോഴും അത്
അത്രയും ഒരു 30 വർഷം മുന്നേ ചെയ്തൊരു സിനിമയായിരിക്കാം, പക്ഷെ അതൊക്കെ ഇപ്പോഴും അതിൻ്റെ എഴുത്ത് അല്ലെങ്കിൽ അതിൻ്റെ ക്രാഫ്റ്റൊക്കെ ഇപ്പോഴും ഭയങ്കര അതിൻ്റെ വേറൊരു ഫോമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ക്രാഫ്റ്റ് സെയിം തന്നെയാണ്, അതിൻ്റെ ബാക്കി അതെങ്ങനെ നമ്മൾ ചെയ്യുന്നു എന്നുള്ളതേ മാറുന്നുള്ളൂ. അത് രസാണ്. എനിക്ക് നമ്മുടെ കൂട്ടത്തില് റീൽസ് വൈറലാക്കുന്ന വേറൊരാളുണ്ട്, ഡാൻസ് വീഡിയോസ് ആണ് കൊച്ചിന്റെ കൂടെ, ഭയങ്കര വൈറൽ വീഡിയോസ് ആണ്. എനിക്ക് ശരിക്കും ബിജുക്കുട്ടൻ എന്ന് പറഞ്ഞാൽ അച്ഛൻ ഭയങ്കര ചില്ലായിട്ടുള്ള ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള അച്ഛനാണ്. ഞാൻ ഒരു ദിവസം ഫാമിലി ഇന്റർവ്യൂ ചെയ്തപ്പോൾ മനസ്സിലായി ഇതിൽ അച്ഛൻ എങ്ങനെയാ, എങ്കിലും ഡിഫറൻസ് ഉണ്ടോ? കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള അച്ഛനാണോ? അങ്ങനെയല്ല, അതൊരു സാധാരണക്കാരൻ അച്ഛനാണ്. അത് ഇത് പറഞ്ഞിട്ട് മോനായിട്ട് അങ്ങനെ ഈ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അച്ഛനാണ്. സ്നേഹം കൂടുതലുള്ള മോനാണ്, സ്നേഹം കൂടുതലുള്ള അച്ഛനാണ്. അത്രയൊക്കെ ഉള്ളൂ എന്നത്. അല്ലാതെ ഒരു ധാഷ്ട്യക്കാരനൊന്നും അല്ല. ഇപ്പൊ അങ്ങനത്തെ അച്ഛന്മാരൊന്നും ഇല്ലല്ലോ. ഇപ്പൊ കുറച്ചും കൂടി ഫ്രീ ആയിട്ടുള്ള അച്ഛന്മാരാണ് മാറി തുടങ്ങി. മറ്റേ ചാക്കോ മാഷൊക്കെയാണ് കൈ, അതൊക്കെ അത് അന്ന കാലത്തായിരുന്നല്ല. അതിന് മലയാള സിനിമ ഒരു ഹെൽപ്പ് ആയിട്ടുണ്ട്. പലയില് പുതിയ പുതിയ അച്ഛന്മാർ റോളുകൾ വരുമ്പോ കുറെയൊക്കെ മാറ്റങ്ങള് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു പറയല്ലോ, അങ്ങനെ അച്ഛന്മാര് മാറിയിട്ടുണ്ട് അല്ലേ? വാഴ ഇതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സെലിബ്രിറ്റി, ഒരു സിനിമാ നടൻ, ഇൻഫ്ലുവൻസർ, ഈ രണ്ടിലും നിങ്ങൾക്ക് ഫെയിം ഉണ്ട്, മണി മേക്ക് ചെയ്യാം, അത്യാവശ്യം ആരാധകരൊക്കെ ഉള്ള ഒരു രണ്ട് മേഖലയാണ്. ശരിക്കും ഈ സിനിമാക്കാരൻ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ, ഈ രണ്ടിനെ ആളുകൾ കാണുന്നത് രണ്ട് രീതിയിലാണെന്ന് തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ടാ? പൊതുവേ ഇപ്പം ഞങ്ങളൊരു 1.5 വർഷമായി റീൽ ചെയ്യുന്നു, പക്ഷെ ഹൃദയപൂർവ്വം സിനിമയിൽ ഞാൻ ചെറിയൊരു റോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ വളരെ കുറച്ച് സീൻസിൽ അതിലുള്ളൂ. പക്ഷെ സിനിമ എന്ന് പറയുമ്പോഴേക്കും അതൊരു മോഹൻലാൽ സിനിമ ആയതുകൊണ്ടുകൂടെ ആവാം. സിനിമ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് വേറെ തന്നെ, അതുവരെ നമ്മൾ ട്രീറ്റ് ചെയ്ത രീതിയല്ല കാരണം ഇപ്പം നമ്മുടെ ജനറേഷനിലെ ആൾക്കാർക്ക് സോഷ്യൽ മീഡിയയാണ് കുറച്ചുകൂടെ ഇപ്പോഴത്തെ ജെൻസി, അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങളുടെ ജനറേഷനിൽ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ എൻ്റെ അച്ഛനോ അമ്മയോ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നില്ല. അപ്പോൾ വേറൊരു ജനറേഷനെ സംബന്ധിച്ച് അവർക്ക് എന്നും അവരുടെ ആ കാലത്തും സിനിമയായിരുന്നു ഒരു വലിയ സംഭവം. അപ്പോൾ സിനിമയ്ക്ക് എന്നും ആ ഒരു വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊക്കെ നമ്മളും എക്സൈറ്റഡ് ആവുന്നു ഈ പടത്തിൻ്റെ. ആള് പറഞ്ഞ അതേ പോയിന്റാണ്. എന്നാൽ ആഷിറിന്റെ ഭാഷയിൽ പറയൂ. ആള് പറഞ്ഞ കറക്റ്റ് കാര്യമാണ്. അതേപറ്റി പറഞ്ഞില്ല, ആഷിറിന്റെ ഒരു തോട്ടില് പറഞ്ഞോളത്. അത് തന്നെ, അതിലിടെ ആഷിർ ഒന്നും കൂടെ ആക്കാം. അങ്ങനെ ഒരു വ്യത്യാസം ഫീൽ ചെയ്തിട്ടുണ്ട്? വ്യത്യാസം അതിന് ഇത് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ഇവർക്കും കൂടുതൽ ഫീൽ ചെയ്യുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഒരു ഓഡിയൻസിലേക്ക് കുറച്ച് നമ്മൾ എത്തി, വേറൊരു ഓഡിയൻസിലേക്ക്. അല്ലാതെ ഇപ്പം നമ്മളത് റീലാണെങ്കിലും ഇത് വ്യത്യാസം എന്ന് പറഞ്ഞാൽ മറ്റേ നമ്മൾ അത്രയും എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ആ വ്യത്യാസമൊന്നും നോക്കാൻ നമ്മളങ്ങനെ നിന്നിട്ടില്ല. അതായത് ചിലപ്പോൾ നമ്മൾ അറിയാത്തേ ഇരിക്കും, അങ്ങനെ എന്തെങ്കിലും കാണിക്കുന്നതായിരിക്കും ആൾക്കാർ. പക്ഷേ നമുക്കത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ്, നമ്മൾ ചെയ്യുന്ന വീഡിയോ, അതിൽ ആൾക്കാർ അഭിപ്രായം പറയുന്നത്, നമ്മളേതായ കുറച്ച് ഓഡിയൻസ്, അത് നമ്മളൊരു വേൾഡല്ലേ. അപ്പോൾ അവിടെ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമ്മൾ ആരും ജഡ്ജ് ചെയ്യുന്ന വെച്ചാൽ ആരും ജഡ്ജ് ചെയ്യാനില്ല, ഒരു കാര്യം പറയാനില്ല, നമ്മളിങ്ങനെ അവിടെ കിടന്ന് ഇങ്ങനെയല്ലേ. ഇപ്പോൾ ഒരു വേറെ മേഖലയിലേക്ക് വന്നു. അപ്പോൾ ഇനിയായിരിക്കും അത് മാറുന്നത്. ചിലപ്പോൾ നോർമലി വാഴ 1 ജസ്റ്റ് വന്നിരുന്നാലും അതത്ര നമ്മളെ ഈ കമ്പയർ ചെയ്യാനുള്ള ഒരു ഇതൊന്നും ഇല്ല. ജസ്റ്റ് വന്നു പോണ ഒരു ഇതല്ലേ ഉള്ളൂ. ഇതിലാണ് നമ്മൾ ഇതാണെന്ന് എന്താണെന്ന് നമ്മൾ നോക്കി നിൽക്കുക, എന്താണെന്ന് പരിപാടി. നിങ്ങൾക്ക് ആ ടെൻഷൻ ഉണ്ടോ? എക്സൈറ്റ്മെന്റ് ഉണ്ട്, എന്താണെന്നൊന്ന് അറിയാൻ വേണ്ടിയേ. കാര്യം നമ്മൾ ചെയ്തൊന്ന് തിയേറ്ററിൽ കാണുമ്പോൾ എന്താണ് ഉദ്ദേശിച്ചത്, കറക്റ്റ് ആണോ, അങ്ങനെ നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതി തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നുണ്ട്. വിളിച്ചേട്ടൻ പറയൂ, ആ ഒരു പോക്കണില്ല, ഇപ്പൊ ഒരു സെലിബ്രിറ്റി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന രീതിയിൽ, നമ്മളിപ്പോ ഒരു നടൻ എന്ന രീതിയിൽ വിളിച്ചേട്ടനെ നമ്മൾ ഓർക്കാറുണ്ട്. അതിനിപ്പോ ഈ നായകനാവുന്നതിന് മുൻപ് ഒരു ലൈഫ് ഉണ്ടല്ലോ. അപ്പൊ ഒരു എങ്ങനെയാ നടൻ എങ്ങനെയാ തോന്നണേ? ഒരു സിനിമ നടനായി കിട്ടിയ സമയത്തും മിമിക്രി ചെയ്യുമ്പോൾ, സ്റ്റേജ് പ്രോഗ്രാം ചെയ്യുന്ന സമയത്തുള്ള ഒരു അത് വ്യത്യാസം ഉണ്ടാവുമല്ലോ. കാരണം മറ്റേ മിമിക്രി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവരുടെയൊക്കെ പോലെയൊക്കെ തന്നെയാണ് നമ്മളിൽ മുമ്പുള്ള ആളുകൾക്കാണ് ഭയങ്കരമായിട്ട് സിനിമയിൽ വരുമ്പോൾ എന്താ പറയണത്, നാടകത്തിൽ നിന്നൊക്കെ സിനിമയിൽ വരാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാടകക്കാരെയൊക്കെ തിരിച്ചറിയില്ല, നാടകമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് മാത്രമേ തിരിച്ചറിയാൻ പറ്റുള്ളൂ. പിന്നെ അദ്ദേഹം വന്ന് സിനിമയിൽ ഭയങ്കരമായിട്ട് പെർഫോം ചെയ്തിട്ട് വേണം ഇതാരാണ്, അത് കൊള്ളാമല്ല, അത് കൊള്ളാൻ നന്നായിട്ടുണ്ട്. അതാണ് ഇപ്പം നമ്മൾ ലാലേട്ടൻ്റെ പടം തുടരൂല് കണ്ടില്ലേ, വില്ലൻ എന്ന് പറഞ്ഞ ആളെ നമ്മൾ ആദ്യമായിട്ട് കണ്ടാണ്. എന്നാൽ പുള്ളി നേരത്തെ, പക്ഷെ നമുക്ക് സ്ക്രീനിൽ പരിചയമില്ലാത്തതിൻ്റെ ഒരു പുള്ളി അഭിനയം കണ്ടിട്ടാണ് നമ്മൾ ഞെട്ടിപ്പോയത്. അപ്പം അന്നത്തെ കാലത്ത് നമ്മൾ ഇപ്പം പറഞ്ഞോട്ട് വന്നു കഴിഞ്ഞ് പെർഫോം ചെയ്തിട്ടാണ് നമുക്ക് ഈ ആളെ വിലയിരുത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷനിലൊന്നും അങ്ങനെ നമുക്ക് ഇത് ആളെ മനസ്സിലാവില്ല. പക്ഷേ ഞങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞിട്ട് റീലോ കാര്യങ്ങളോ സോഷ്യൽ മീഡിയ ഇല്ല. പക്ഷെ എന്നാലും ആ സമയത്ത് മീഡിയ ഉണ്ട്.
അപ്പം മീഡിയയിലൂടെ ഇതുപോലെ തന്നെ റീല് പോലെ തന്നെ നമ്മൾ നല്ലൊരു ഹിറ്റ് പ്രോഗ്രാം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മമ്മൂക്ക എന്നെ വിളിക്കുന്നത്. പോത്തമ്പാലേക്ക് ജോഷി സാറും മമ്മൂക്ക എന്നെ വിളിക്കുന്നത്. അപ്പോൾ ജനങ്ങളും എന്നെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും അന്ന് അത്യാവശ്യം എനിക്ക് തോന്നുന്നത് ഈ സിനിമയൊക്കെ പോലെ തന്നെ അതും നല്ല ഒരു ഹൈപ്പിൽ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഇതാരാണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊരു വലിയൊരു ഗുണം ചെയ്യുന്നുണ്ട് ആർട്ടിസ്റ്റുകൾക്ക്. ഇതാരാണ് മമ്മൂക്കയുടെ കൂടെ എന്ന് ചോദിക്കേണ്ട വന്നിട്ടില്ല. അപ്പം അറിയാവുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും. കാരണം ഇവർ തന്നെ എനിക്ക് തോന്നുന്നത് അന്ന് ഇങ്ങനെ ഇപ്പോൾ ഫാൻസ് എന്ന് പറയാനില്ല, ഇപ്പോൾ ഫാൻസും കൂടി ഉണ്ട്. ഇപ്പം നമുക്ക് ആഷിറിനെയൊക്കെ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ നിന്നിട്ട് നമ്മൾ സ്ക്രീനിലേക്ക് തിരിഞ്ഞ കൈയടിയാണ്. അതാണ് ആ കാലത്തെയും ഈ കാലത്തെയും നമ്മളെ വ്യത്യാസം സിനിമയായിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഇൻട്രൊഡക്ഷൻ ഒന്നും വേണ്ട, ചുമ്മാ തിരിഞ്ഞ് നിന്നാൽ പോരെ, കൈയടിക്കൂല ആൾക്കാർ, ഭയങ്കര കൈയടിക്കുള്ളത്. പക്ഷേ ഒരു വലിയൊരു നടന് ഒരു 10-25 വർഷം മുമ്പാണെങ്കിൽ ഈ സോഷ്യൽ മീഡിയ ഇല്ലാത്ത സമയമാണെങ്കിൽ അദ്ദേഹം അഭിനയിച്ച് കാണിക്കണം അല്ലേ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ഇവരൊക്കെ നല്ല ഭാഗ്യവാന്മാരാണ്. കൂടുതൽ നമ്മളും ഈ മീഡിയ ഇല്ലെങ്കിൽ നമ്മളോട് ചോദിക്കും ഇതാരാണ് ആ കൂടെ എന്നുള്ളത് ചോദിക്കും. അപ്പം മീഡിയ വന്നതിന് ശേഷം, സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എനിക്കൊന്ന് നല്ല കണ്ടൻറ്റുകളും നല്ല പ്രോഗ്രാം ചെയ്യുന്നവരൊക്കെ സിനിമയിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇവരുടെ റീല് വെച്ച് നോക്കുമ്പോൾ എല്ലാവരും കരുതുന്നു റീലിലെയും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന 4 പേരെ പിടിച്ചെങ്കിടാം. പക്ഷേ സിനിമ വേറെയാണല്ലോ. സിനിമ കണ്ടാലേ ഇവരെന്താണ് ചെയ്താക്കണേ എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. അത് വേറൊരു തലത്തിലാണ്. അത് ഇതൊരു കുഞ്ഞിക്കളിയാണെങ്കിൽ, റീലൊരു കുഞ്ഞിക്കളിയാണെങ്കിൽ ഇത് വമ്പൻ കളിയാ, വലിയ കളിയാണ്. വിനായകൻ കൂടി പറയൂ. അത് രണ്ടും രണ്ട് ഇതാണല്ലോ. അപ്പോൾ റീലിൽ നിന്ന് സിനിമയിലോട്ട് വരുമ്പോഴത്തേക്ക് നല്ല വ്യത്യാസമുണ്ട്. അതായത് ഇപ്പോൾ ഒരു ഫാമിലി ഫംഗ്ഷന് പോയാൽ പോലും ഇപ്പോൾ നമ്മളിപ്പോൾ അറിയാത്തവരാണല്ലോ, ഇപ്പോൾ പരിചയപ്പെടുത്തുമ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇപ്പോൾ ഇങ്ങനെ റീല് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് കൂടെ അപ്പോഴ് വലിയൊരു ഇത് കാണില്ല. കൂടെ സിനിമ ഇങ്ങനെ വാഴയിലൂടെ അഭിനയിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ വാഴയിൽ ചെയ്തിട്ടുണ്ടല്ലേ. അപ്പോൾ കുറച്ചുകൂടെ അത് തന്നെ ഒരു വ്യത്യാസം. കുറച്ചുകൂടെ പ്രായമായിട്ടുള്ള ആളുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് സിനിമയാണ് കുറച്ചുകൂടെ അതെ, രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ആൻഡ് വാഴ 2 നിങ്ങളുടെ ലൈഫിലൊക്കെ ഒരു വലിയൊരു മാറ്റം ഉണ്ടാക്കട്ടെ എന്ന് ഞാനും പേഴ്സണലി ആഗ്രഹിക്കുകയാണ്. എനിക്കൊന്ന് അച്ഛൻ വേഷം ആദ്യമായിട്ടാണ്. ഇപ്പം വാഴ കഴിഞ്ഞപ്പം ഈ പറഞ്ഞ കോമഡി ക്യാരക്ടേഴ്സിൽ മാത്രം ഒതുങ്ങുന്ന ആളുകൾ അച്ഛൻ വേഷങ്ങളിൽ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു വാഴ ഫസ്റ്റിലെ പോലെ അത്രയും കൂടുതലൊന്നും ചെയ്യാനൊന്നുമില്ല. ഒരു പാരന്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ. ഹ്യൂമറാണ് കൂടുതലല്ലേ ആണ്. പക്ഷെ എനിക്ക് തോന്നുന്നു അസീസിനും നസീർക്കൊക്കെ കിട്ടിയാൽ ആ വാഴ ഫസ്റ്റിൽ അതേപടി ഇങ്ങനെ പറിച്ചു വെക്കാൻ പറ്റില്ല എന്തായാലും. അപ്പോൾ ഇതിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഹ്യൂമറാണ് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റിയേക്കണത്. എന്നാലും ഈ അച്ഛനായിട്ട് അഭിനയിക്കണ ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അത് നല്ലൊരു എക്സ്പീരിയൻസ്. ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സ്ക്രീനിൽ അതെങ്ങനെ വന്നിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ സിനിമ വലിയൊരു വിജയമാവട്ടെ. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോയിൽ ഞാനും ഉണ്ടാവും. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.